വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗം. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ. പിന്നീട് ഒരിക്കൽ ഈശോ ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. 3 കാര്യങ്ങൾ നമ്മൾ ഈ വചനഭാഗത്ത് കാണുന്നുണ്ട്. വരുന്നു, സാഷ്ടാംഗം വീഴുന്നു, പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തേത് വരുന്നു, വരിക. സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ക്രിസ്തുവിലേക്ക് എത്തുക എന്നത് ആണ് ആദ്യ പടി. സൗഖ്യാനുഭവം നിനക്കിനിയും കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ഇനിയും ക്രിസ്തുവിങ്കിലേക്ക് എത്തിയിട്ടില്ല എന്നായിരിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെങ്കിലുമൊക്കെ സൗഖ്യാനുഭവം ഇന്നും അവശേഷിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിങ്കിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തേത് സാഷ്ടാംഗം വീഴുക. ആരാധനയുടെ ഒരു ഭാവമാണിത്. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ദൈവത്തിന് യാതൊരു സ്ഥാനവും തെറ്റാതെ നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഉണ്ടാവണം. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം മാറുമ്പോഴാണ് പുറമേയും ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവുക. അവൻ്റെ സന്നിധിയിൽ അവനെ പൂർണ്ണമായും ആരാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അവന് വലിയൊരു ഇടമുണ്ടായിരിക്കണം. തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് അവൻ്റെ പാദാന്തികത്തിലേക്ക് നമ്മൾ ചേർന്നിരിക്കുവാൻ മനസ്സുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടാവും. മൂന്നാമത്തേത് പ്രാർത്ഥിക്കുക. ഹൃദയം തുറന്ന് സംസാരിക്കുവാൻ കഴിയുന്ന വിധത്തിൽ എനിക്ക് എൻ്റെ ക്രിസ്തുവിനോട് അടുപ്പമുണ്ടായിരിക്കണം. നാം ധ്യാനിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ക്രിസ്തുവുമായിട്ട് നമുക്ക് എത്രമാത്രം അടുപ്പമുണ്ട്. നമുക്കും നമ്മുടെ ദൈവത്തിനും ഇടയിൽ കൂടുതലും മൗനമാണോ അതോ സംസാരമാണോ? മൗനത്തിൻ്റെ ഭാവങ്ങളെയൊക്കെ മാറ്റി വെച്ചിട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവവുമായിട്ട് സംസാരിക്കുവാൻ, ദൈവവുമായി സംവദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയിടങ്ങളിലേക്ക് അവനെ സ്വീകരിക്കുവാനായിട്ട് നമുക്കിന്ന് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.